CMRL മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തിന്റെ വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച SIT. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോൺ രേഖകളടക്കം വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ കോളുകളോ സന്ദേശങ്ങളോ ഉണ്ടായോ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇത് കണ്ടെത്തിയാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് SIT അധികൃതർ വ്യക്തമാക്കുന്നത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ സനിത് റെഡ്ഡി അടക്കം 7 ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് SIT രേഖപ്പെടുത്തിയത്. വീണയുടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയും ശേഖരിച്ചിട്ടുണ്ട്. ആക്രമണം ആസൂത്രിതമെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെന്നാണ് വിവരം. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതായും ED ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയുള്ള സെർച്ച് വാറന്റ് അടക്കമുള്ള രേഖകൾ EDയിൽ നിന്ന് SIT സംഘം ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടവർ സാധാരണ CPM പ്രവർത്തകർ മാത്രമാണ്. അതേസമയം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും MP-മാരും MLA-മാരും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ ഇവർക്കും പങ്കുണ്ടെന്നുമാണ് EDയുടെ വാദം. അക്രമവുമായി ബന്ധപ്പെട്ട് നിലവിൽ 26 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ എല്ലാം നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്തവരാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തെ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് 46 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ബാക്കിയുള്ളവരെയും വൈകാതെ പിടികൂടാനാണ് നീക്കം. അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ വരുമ്പോൾ കക്ഷി ചേരാനാണ് ED ആലോചിക്കുന്നത്. ഇതിന് മുന്നോടിയായി സംഭവ സമയത്തെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ED ശേഖരിച്ചു വരികയാണെന്നാണ് വിവരം.